10 മിനിറ്റ് കൊണ്ട് എത്തിയാൽ നമുക്കിപ്പോൾ എന്തായാലും സാധനം കണ്ടല്ലോ. ഇനി ചിക്കൻ ഉണ്ടോ ഉള്ളിൽ ഇല്ലയെന്നൊന്നും അറിയില്ല. ഇവിടെ നല്ലൊരു കിച്ചണ് പോലെയൊക്കെ ഉള്ളത് സെറ്റപ്പാണ്. വളരെ ഉപകാരം. ചുരുക്കി പറഞ്ഞാൽ UP-യിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് എവിടെയും ഒരു ബുദ്ധിമുട്ട് ഈ യാത്രയിൽ വന്നിട്ടില്ല. ഫാമിലി വരുന്ന സമയത്ത് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ വഴിയില്ല. പിന്നെ കടുമാങ്ങ അച്ചാർ പിന്നെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബിരിയാണി ദമ്മിട്ടിട്ടോ സെറ്റായി. അതിനുള്ള ചോറ് സെറ്റായിട്ടുണ്ട്. ആ പാത്രത്തിലും ഉണ്ടായിരുന്നു ഇറച്ചി. അത് ഞങ്ങളെല്ലാവരും തിന്ന് പപ്പടും ഇറച്ചിയും കൂടി കുറച്ച് തിന്ന് വിശന്നിട്ടേ പിന്നെ കൊള്ളൂല. ഇതിൽ ഇത്രയുണ്ട്, അതിൽ 2 പാത്രത്തിൽ പപ്പട ആളെണ്ണ 3 പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താജ്മഹലിൽ നിന്ന് പോന്നു. ആഗ്ര പോർട്ടിലെത്തിയപ്പോൾ അതാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത്, ആഗ്ര പോർട്ട്. പക്ഷേ ഞങ്ങൾക്ക് സമയത്തിൻ്റെ ഒരു കുറവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ പെട്ടെന്ന് തിരിച്ചെത്തേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണും. പിന്നെ എല്ലാവരും താജ്മഹൽ കണ്ട ക്ഷീണത്തിലാണ്. പിന്നെ വിശക്കൽ തുടങ്ങി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ള പ്ലാനാണ്. ഇനി ഞങ്ങൾ സാധനങ്ങൾ, ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി, ചിക്കൻ മാത്രം വാങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ വീടിൽ നിർത്തി ചോദിച്ചപ്പോൾ അവർ സാധനങ്ങളൊക്കെ തന്നു. അപ്പോൾ ചിക്കൻ കട ഇവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട്. അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ചിക്കൻ്റെ കട കിട്ടുന്നതാണ്. ചിക്കൻ്റെ കട എല്ലാ സ്ഥലത്തൊന്നും ഇല്ല. UP-യിലല്ലേ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചിക്കൻ കട കാണണം. ഞങ്ങൾ ആ ചിക്കൻ കട അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ പോണത്. റൈറ്റ് സൈഡിൽ ഒരൊറ്റ സിംഗിളായിട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ചവിട്ടി ഒന്ന് നോക്കിയിട്ട് ഞങ്ങളത് ചിക്കൻ വാങ്ങിയെങ്കിൽ മാത്രമേ ബാക്കി പരിപാടി നടക്കുള്ളൂ. എല്ലാ സാധനവുമായി എല്ലാവരും വിശന്നിട്ടൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കട നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇനി അത് മിസ്സായാൽ പിന്നെ ഞങ്ങൾ പാടുപെടും. ഹോട്ടലിൽ കയറണം മട്ടം. ഹോട്ടലിൽ കയറിയാലും നമ്മൾ പ്രതീക്ഷിച്ച മാതിരി നല്ലൊരു ഫുഡൊന്നുമില്ല ഇവിടെ. ഫുഡാണ് പറ്റാത്തത്. ഒരു സാധനം നമ്മളെ വായക്ക് രുചിയുള്ളത് കിട്ടണില്ല. അതാ. അപ്പോൾ അവർ പറഞ്ഞ ചിക്കൻ സ്റ്റാൾ ഞങ്ങൾ കണ്ട് ഞങ്ങൾ U-ടേൺ എടുത്ത് ഇവിടെ വന്നു. അപ്പോൾ ചിക്കൻ സ്റ്റാൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ നമ്പറിൽ വിളിച്ച്, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ എത്താമെന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് കൊണ്ട് എത്തിയാൽ നമുക്കിപ്പോൾ എന്തായാലും സാധനം കണ്ടല്ലോ. ഇനി ചിക്കൻ ഉണ്ടോ ഉള്ളിൽ ഇല്ലയെന്നൊന്നും അറിയില്ല. ഇവിടെ നല്ലൊരു കിച്ചണ് പോലെയൊക്കെ ഉള്ളത് സെറ്റപ്പാണ്. കോഴി അതിൻ്റെ ഉള്ളിൽ ഷട്ടറിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നല്ലൊരു കുളം, നല്ലൊരു സ്ഥലം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇനി വാങ്ങിയിട്ട് ഇവിടുന്ന് അപ്പുറത്ത് എവിടെയെങ്കിലും വെള്ള സൗകര്യമുള്ള സ്ഥലത്തല്ലേ ഭക്ഷണം ഉണ്ടാക്കൽ നടക്കുള്ളൂ. മാത്രമല്ല കുട്ടികളെ പിന്നെ ഈ റോഡ് സൈഡിൽ നിർത്താൻ കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഒരു സെക്യൂരിറ്റി സെറ്റപ്പുള്ള ഒരു സ്ഥലം നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കൽ. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ കോഴീൻ്റെ ഉടമ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കോഴി ഉണ്ടോയെന്ന് അറിയുള്ളൂ. കോഴി ഉണ്ടെങ്കിലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. റോഡ് സൈഡിൽ ഇപ്പോൾ ഞങ്ങൾ U-ടേൺ വന്ന് നിർത്തിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ഒന്ന് കഴുകി. വണ്ടിൻ്റെ കാര്യമൊന്നും പറയണ്ട. വണ്ടി ഡെയിലി കഴുകണം. അത്രയ്ക്കും ഒരു പുക പിടിച്ച ചളി പോലെയാണ് ആയി വരുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കാരൻ വന്നു. അപ്പോൾ കോഴിയുണ്ട്. കോഴി വാങ്ങി, 2 കോഴി വാങ്ങി. 6 കിലോ ഉണ്ട്. വലിയ കോഴിയാണ്. ഞാൻ തന്നെ അറുത്ത് കൊടുത്ത്. അപ്പോൾ അവനെ നന്നാക്കണം. അവൻ തൊലി പൊളിച്ച് സെറ്റാക്കി തരികയാണ് നമുക്ക്. ഹലാലാക്കി നമ്മൾ അറുത്തു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ചിക്കന് നമുക്ക് ബിരിയാണി ഭക്ഷണം ഉണ്ടാക്കണം, അതിനുള്ള സൗകര്യം തരുമോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പോവാണ്, നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കോളി, വെള്ളവും മോട്ടറൊക്കെ ഞാൻ സെറ്റാക്കി തരാം. മോട്ടറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ തന്നെ ബിരിയാണി വെക്കാൻ തീരുമാനിച്ചു. ഞങ്ങളെ വണ്ടിയിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഞങ്ങളിപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കി. കാരണം ഇവിടെ ശരിക്കൊരു കിച്ചൺ ലുക്കുണ്ട്. വൃത്തി കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ എന്ത് ചെയ്ത് ഫസ്റ്റ് ചിക്കൻ വെക്കണം. എല്ലാവർക്കും വിശന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ലേസുമ്മ നിർത്തിയതാണ്. പിന്നെ എന്തോ അടക്കാപ്പഴോ എന്തോ റോട്ടുമെന്ന് കണ്ട് അത് വാങ്ങി.
സലാഡ് റെഡിയായി. അപ്പോൾ റിയാസാണ് ഫുള്ള് നിർമ്മാണങ്ങളൊക്കെ നടത്തുന്നത്. പെട്ടെന്ന് ഞാൻ പിന്നെ വൈഫും ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് എമിക്കൊന്നും നിൽക്കാൻ വല്ലാതെ കഴിഞ്ഞിട്ടില്ല. അരി കഴുകി വെച്ച് ഇയാൾ വലിയൊരു ഉപകാരം നമുക്ക് ചെയ്തിട്ടാണ്. ഇത്ര വെള്ളവും സൗകര്യം ഈ ഒരു സെറ്റപ്പിൽ ഞങ്ങൾ ഇങ്ങനെ പറ്റുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അയാളെ ഒരു മക ഇടക്ക് വന്നിട്ട് മോട്ടർ അവരെ വീട്ടിലാണ്, കുറച്ച് അപ്പുറത്താണ്, വീടല്ല ഒരു മോട്ടർ വരെ പോലെ ഉണ്ട്. അവിടുന്ന് അയാൾ വന്നിട്ട് വെള്ളം കഴിയുമ്പോൾ ഇട്ട് തരുന്നുണ്ട്. വളരെ ഉപകാരം. ശരിക്കും പറഞ്ഞാൽ യു പിയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് എവിടെ ഒരു ബുദ്ധിമുട്ട് ഈ യാത്രയിൽ വന്നിട്ടില്ല. ഫാമിലി വരുന്ന സമയത്ത് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ ഒരു സ്ഥലത്തുനിന്നും. ഏത് സ്ഥലത്തായാലും ആരായാലും എന്തും നമുക്ക് ചെയ്തു തരാനൊക്കെ തയ്യാറാണ്. നമ്മൾ റോഡ് സൈഡിൽ ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ആളുകൾ വന്നിട്ട് നമ്മോട് പറയും നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഇത്രയ്ക്കൊരു ബഹുമാനമുണ്ട് ഒരു ഫാമിലിനൊക്കെ. നമ്മൾ യു പി ഒക്കെ നമ്മൾ വളരെ മോശമായിട്ടൊക്കെ കേട്ടില്ല, പക്ഷെ അതൊന്നുമല്ല അവസ്ഥ ഉള്ളത് നമ്മൾ യാത്രയിൽ. ഇപ്പം പപ്പടം കാച്ചി പപ്പടം ഞങ്ങളൊരു 10 ആളുണ്ടല്ലോ, ഒരു 10, 30, 40 കാച്ചണം. പപ്പടത്തിൻ്റെ ആശാനം നമ്മളൊക്കെ. പപ്പടം കാച്ചി ഞങ്ങൾ കോഴി വെന്തിട്ടോ, കോഴി വെന്ത് കുക്കറിൽ അത് ഓപ്പണാക്കി. എന്താ കാണണം നമ്മൾ കോഴി 4 കിലോ ഇറച്ചിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരി വെക്കണം. എല്ലാം ഒരു കുക്കറിൽ ഒരു അടുപ്പുമാണ്, വേറെ വഴിയില്ല. പിന്നെ മാങ്ങ, കടുമാങ്ങ അച്ചാർ പിന്നെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബിരിയാണി ദമ്മിട്ടിട്ടോ സെറ്റായി. അതിനുള്ള ചോറ് സെറ്റായിട്ടുണ്ട്. ആ പാത്രത്തിലും ഉണ്ടായിന് ഇറച്ചി. അത് ഞങ്ങളെല്ലാവരും തിന്ന്, പപ്പടും ഇറച്ചിയും കൂടി കുറച്ച് തിന്ന് വിശന്നിട്ടേ പിന്നെ കൊള്ളൂല. ഇതിൽ ഇത്രയുണ്ട്, അതിൽ 2 പാത്രത്തിലുള്ള ഇറച്ചി ഉണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാവരും ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നുമ്പോൾ ഒരു ഡബിൾ ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാതിരി ഒന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ വിശന്നിട്ട് തിന്നുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നുണ്ട്. അത് വേറെ രസം. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഫുഡൊക്കെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ കല്യാണ വീട്ടിൽ ഉപയോഗിക്കണ മറ്റേ നമ്മൾ ടേബിളിൽ ഇരിക്കണുണ്ടല്ലോ, ആ സാധനം നിലത്ത് ആദ്യം വിരിച്ച് അതിൻ്റെ മുകളിൽ വലിയ പായ് 2 ഇട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പേപ്പർ വിരിച്ച് പ്ലേറ്റൊക്കെ വിരിച്ച് കുട്ടികളൊക്കെ അതാ ഭക്ഷണം എല്ലാവരും സെറ്റായി. എല്ലാ മക്കളും പപ്പടം, ചോറും, അച്ചാറും, തൈരും, ഉള്ളിയും എല്ലാം സെറ്റാക്കി കേക്കിൽ തുടങ്ങി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒക്കെ ഞങ്ങൾ ചെയ്യണം കേട്ടോ. അവിടെ പേപ്പറൊക്കെ ഇട്ടോടുകൂടി ഫുള്ള് വൃത്തിയായി. പിന്നെ അടിയത്തെ വൃത്തിയോടെ നമ്മൾ നോക്കണ്ടല്ലോ. സംഗതി വൃത്തിയൊക്കെ തന്നെ, കുഴപ്പമൊന്നുമില്ല. അടിയിലും പേപ്പർ ഇട്ട് മുകളിൽ പായിട്ട് വീണ്ടും പേപ്പർ ഇട്ട് ഇനി അതിലിരിക്കും ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും റാഹത്തായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. എന്തായാലും സന്തോഷം. കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട്, അത് ഇനി വൈകുന്നേരം ചെറിയൊരു തട്ടട്ട. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. എന്തായാലും വളരെ ഉപകാരമായി നമുക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ അയാൾ തന്ന സൗകര്യം. അയാൾക്ക് എത്ര പറഞ്ഞാലും നന്ദി തീരൂല. അയാളോട് ഞങ്ങൾ ചോദിച്ച് എവിടെയെങ്കിലും സൗകര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഇന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കോഴിക്കടല്ലേ എപ്പോഴും ആൾക്കാർ വരുമായിരുന്നു. അവിടെ ഞങ്ങളെ കച്ചവടം തന്നെ അനുസരിച്ച് സത്യം പറഞ്ഞാൽ അവരെ ഏറ്റവും വലിയ അന്നത്തെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.